നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് സാഗർ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ടോപ്പിക് നിങ്ങൾ തമ്പനെയിൽ കണ്ടതാണ്, സ്മാർട്ട് സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ ഒരു വിന്നേഴ്സ് സ്ട്രാറ്റജി. നിങ്ങൾക്കറിയാം, നമ്മുടെ ഈ വരാൻ പോകുന്ന എക്സാമിനേഷൻ ജൂൺ 2025 എക്സാമിനേഷൻ ഇങ്ങനെ അടുക്കാറായി. ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് എക്സാമിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു 30 ദിവസമായിരിക്കും ഉണ്ടാവാം, ചിലപ്പോൾ ഒരു 20 ദിവസമായിരിക്കും ഉണ്ടാവാം, ചിലപ്പോൾ ഒരു 50 ദിവസമൊക്കെ വേണമെങ്കിൽ മാക്സിമം ഉണ്ടാവാം. ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു 2 മന്ത്സോളം ടൈം ഉണ്ട് എക്സാമിന് വേണ്ടിയിട്ട്. പക്ഷേ എങ്കിലും ചിലപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന ലേറ്റ് ആയിട്ടാണെങ്കിലും കുഴപ്പമില്ല, ഈ വീഡിയോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് കണ്ടിരിക്കാൻ മക്കളെ. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോണത് സ്മാർട്ട് സ്റ്റഡി പ്ലാനാണ്. കാരണം ഇനി നമ്മുടെ കയ്യിലുള്ളത് ലിമിറ്റഡ് ടൈമാണ്, കറക്റ്റ് അല്ലേ? ഇനി നമ്മുടെ കയ്യിലുള്ളത് ലിമിറ്റഡ് ടൈമാണ്, കുറച്ച് ടൈം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അതിനെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാം പാസ്സാവും. നമ്മുടെ ടാർഗറ്റ് പെർ സബ്ജക്റ്റിന് 50+ സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. പെർ സബ്ജക്റ്റിന് 50+ സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളെ എല്ലാ പ്രാവശ്യവും നമ്മുടെ ക്ലാസ് വാങ്ങിയവർക്കും ക്ലാസ് പർച്ചേസ് ചെയ്യാത്തവർക്കും നമ്മുടെ എല്ലാ സ്റ്റുഡൻസിനും കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോ ആണ് ഈ സ്മാർട്ട് സ്റ്റഡി പ്ലാൻ. അപ്പൊ ആ സീരീസിന്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്, ഡയറക്ട് ടാക്സേഷന്റെ സ്മാർട്ട് സ്റ്റഡി പ്ലാൻ. അപ്പൊ എങ്ങനെ നമുക്ക് ഡയറക്ട് ടാക്സ് ഇൻഡയറക്ട് ടാക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിന് 50 മാർക്ക് പ്ലസ് സ്കോർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ഒരു ഗ്രൂപ്പ് പാസ്സാവാൻ 200 മാർക്ക് വേണം. 4 പേപ്പറാണുള്ളത്. അപ്പൊ ഒരു പേപ്പറിന് മിനിമം 50+ എങ്കിലും നമ്മൾ മേടിക്കണം. മിനിമം 50+ എങ്കിലും നമ്മൾ മേടിക്കണം. ശരി, പിള്ളേർ എന്നോട് മെയിൻലി ചോദിക്കുന്ന ചോദ്യമാണ്, സാറേ മൊത്തം 100 മാർക്കിനാണല്ലോ എക്സാം. ഈ 100 മാർക്കിൽ 50 മാർക്ക് ചോദിക്കുന്ന ഡയറക്ട് ടാക്സ് നിന്നും 50 മാർക്ക് ചോദിക്കുന്ന ഇൻഡയറക്ട് ടാക്സ് നിന്നും, കറക്റ്റ് അല്ലേ? 50 മാർക്ക് നമ്മുടെ ഡയറക്ട് ടാക്സ് ചോദിക്കും, 50 മാർക്ക് നമ്മുടെ GST ആയിരിക്കും ചോദിക്കുക. ഇതിൽ പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പം GST ആ, കറക്റ്റ് അല്ലേ? ഇതിൽ പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പം GST ആ. അപ്പൊ ഞാൻ GST പഠിച്ചാൽ പോരെ? GST പഠിച്ച് എങ്ങനെയെങ്കിലും ഒരു 40+ വാങ്ങി പാസ്സാവാലോ. ഞാൻ ഒരു കാര്യം പറയാം, ഒരു റിട്ടേൺ റൂൾ ഒന്നും ഇല്ല കേട്ടോ. അതായത് നിങ്ങൾ ഡയറക്ട് ടാക്സ് ഇൻഡയറക്ട് ടാക്സ് എന്ന് പറഞ്ഞ പേപ്പറിൽ രണ്ടിനും മിനിമം മാർക്ക് വാങ്ങണം, അല്ലെങ്കിൽ രണ്ടും അറ്റൻഡ് ചെയ്യണം എന്നൊരു റൂൾ ഇല്ല. അപ്പൊ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ഞാൻ പറയട്ടെ, നിങ്ങൾ GST മാത്രം പഠിച്ചിട്ട് പോവാണെങ്കിൽ ഞാൻ 100% ഉറപ്പ് പറയാം, നിങ്ങൾ പാസ്സാവില്ല. നിങ്ങൾ പാസ്സാവാനായിട്ടേ പോകും. കാരണം എന്താന്ന് ഞാൻ പറയട്ടെ. അതായത് നമുക്ക് വേണ്ട, നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 50 മാർക്കാണ് അല്ലെ? 50 മാർക്ക് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ മിനിമം ഇതിന്റെ കൂടെ ഒരു 20 മാർക്ക് കൂട്ടി മിനിമം 70 മാർക്കിനെങ്കിലും കറക്റ്റ് ആൻസർ, അതായത് 70 മാർക്കിന് ഞാൻ എഴുതിയേക്കുന്ന ആൻസർ കറക്റ്റ് ആണ്, എനിക്ക് 70 മാർക്ക് ഷുവർ ഷോട്ട് ആയിട്ട് കിട്ടും എന്ന കോൺഫിഡൻസിൽ നിങ്ങൾ എക്സാം എഴുതണം. ശരി, അങ്ങനെ 70 മാർക്ക് കിട്ടും എന്ന കോൺഫിഡൻസിൽ നിങ്ങൾക്ക് എക്സാം എഴുതണമെങ്കിൽ നിങ്ങൾ എല്ലാ ക്വസ്റ്റിനും, അതായത് 100 നമുക്ക് ഏകദേശം 110, 120, 123 മാർക്കിനോളം ചോദ്യങ്ങൾ ചോദിക്കും. അതിൽ 100 മാർക്സിനാണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്. ഈ 100 മാർക്കിന് നിങ്ങൾ ആൻസർ അറ്റൻഡ് ചെയ്യണം. പിടിക്കോ? ഇപ്പൊ പിള്ളേരെ ഇത് സത്യം പറഞ്ഞാൽ ഇത് കോമൺലി എല്ലാ സബ്ജക്റ്റിലും നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട റൂളാണ്. നമ്മുടെ ടാർഗറ്റ് 50 മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. 50 മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ അതിൽ 70 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കറക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കണം. 70 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ 100 മാർക്കിന് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിരിക്കണം. അല്ലാതെ 50 മാർക്ക് ടാർഗറ്റ് ചെയ്തിട്ട് 50 മാർക്കിന് എഴുതിയിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ അതേ റൂൾ അവിടെ ആപ്ലിക്കബിൾ ആയിരിക്കും. നിങ്ങൾ 50 മാർക്കിന് അറ്റൻഡ് ചെയ്തു, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 30, 20, 15, 10, 8 ഒക്കെ ആയിരിക്കും. പിടിക്കോ? അപ്പൊ 50 മാർക്ക് നമുക്ക് കിട്ടണമെങ്കിൽ 70 മാർക്കിന് ഷുവർ ഷോർട്ട് ആയിട്ടും കറക്റ്റ് ആൻസർ എഴുതുക. 100 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് 120+ മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കും. കാരണം നമുക്കറിയാലോ, 5 ക്വസ്റ്റ്യൻ തരാം, അതിൽ 4 എഴുതാനായിരിക്കും പറയാം. അപ്പോൾ ഒരെണ്ണം എക്സ്ട്രാ ആയിരിക്കും. അങ്ങനെ ഒരു 120+ മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്തായാലും ചോദിച്ചിരിക്കും. അപ്പൊ DT ഓർ IDT എന്ന് പറഞ്ഞ ചോദ്യം ഞാൻ ഇവിടെ നിർത്താണ്. DT ആൻഡ് IDT. DT നിങ്ങൾ പഠിക്കണം, IDT നിങ്ങൾ പഠിക്കണം. അപ്പൊ GSTയുടെ വീഡിയോ ഞാൻ ഇപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഈ കംപ്ലീറ്റ് എല്ലാ സബ്ജക്റ്റിന്റെ സീരീസും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. നമ്മൾ ലാസ്റ്റ് ഒരു 3-4 ഇയേഴ്സ് ആയിട്ട് ചെയ്തു വരുന്ന ഒരു സീരീസ് ആണിത്. ഇത് ഭയങ്കര സക്സസ്ഫുൾ ആണ്. എല്ലാ പ്രാവശ്യവും ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് എക്സാം ചോദിക്കുന്നത്. ശരി, ആദ്യമേ ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, നിങ്ങൾ ടെക്സ്റ്റ് പഠിക്കാൻ ഉപയോഗിക്കുന്ന ടെക്സ്റ്റ് മിനിമം ജാനുവരി 2025 എന്നുള്ള എഡിഷൻ, അതാ കണ്ടോ ഇവിടെ റിവൈസ്ഡ് എഡിഷൻ ജാനുവരി 2025 എന്ന് എഴുതിയിരിക്കുന്നത്. ഈ ജാനുവരി 2025 മുതൽ പ്ലസ് അങ്ങോട്ടുള്ള എല്ലാ ടെക്സ്റ്റുകളും നിങ്ങൾക്ക് ഉപയോഗിക്കാം. കാരണം ഇപ്രാവശ്യം, അതായത് ജൂൺ 2025, നിങ്ങൾക്ക് ഇപ്പൊ വരാൻ പോണ എക്സാം ഏതാ? ജൂൺ 2025. അത് മാത്രമല്ല, ഇത് കഴിഞ്ഞിട്ട് വരാൻ പോണ ഡിസംബർ 2025. ഈ 2 ടേമുകളിലും ആപ്ലിക്കബിൾ ആവുന്ന അമെന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ ആക്ട് 2024 ആണ്. ഫൈനാൻഷ്യൽ ആക്ട് 2024 ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബജറ്റ് സാധാ പ്രഖ്യാപിക്കുന്നത് ഫെബ്രുവരി 1-നാണ്. എല്ലാ വർഷവും ഫെബ്രുവരി 1-ന് നമ്മുടെ ബജറ്റ് പ്രഖ്യാപിക്കും. പക്ഷേ 2024 എന്ന് പറഞ്ഞ വർഷത്തിന്റെ പ്രത്യേകത ഇലക്ഷൻ വർഷമായിരുന്നു. അതുകൊണ്ട് ഫെബ്രുവരി 1-ന് ഒരു ബജറ്റ് പ്രഖ്യാപിച്ചു. അതൊരു ഇന്ററിം ബജറ്റാണ്. അതായത് നമ്മുടെ ഇലക്ഷൻ നടക്കുന്നതിന് മുന്നേ താൽക്കാലികമായിട്ടുള്ള ഒരു ടെമ്പററി ബജറ്റ് ആയിരുന്നു. ആ ടെമ്പററി ബജറ്റ് പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞ് ഇലക്ഷൻ നടന്നു, നമ്മുടെ സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നു. ഒരു പെർമനന്റ് ആയിട്ടുള്ള നമ്മുടെ ആക്ച്വൽ റെഗുലർ ബജറ്റ് വീണ്ടും പ്രഖ്യാപിച്ചു. അത് പ്രഖ്യാപിച്ച ഡേറ്റ് ആണ് ജൂലൈ 23. അപ്പൊ ഇപ്രാവശ്യം നിങ്ങൾക്ക് പഠിക്കാൻ 2 ബജറ്റുകളുണ്ട്. ഒന്ന് ഫെബ്രുവരി 1-ന്
പ്രഖ്യാപിച്ച ബജറ്റും അതുപോലെ ജൂലൈ 23 പ്രഖ്യാപിച്ച ബജറ്റും. ഇത് നിങ്ങളെ കുഴപ്പിക്കാനുള്ള, ഈ പ്രാവശ്യം എന്തായാലും ഷുവർ ഷോർട്ടായിട്ടും നിങ്ങൾക്ക് അമെന്റ്മെന്റ് ചോദിക്കും. കാരണം എല്ലാ വർഷവും അമെന്റ്മെന്റ് വരുന്നത് ഒരു പ്രീവിയസ് ഇയറിൽ ഒരു ബജറ്റ് വരുന്നു, അടുത്ത അസസ്മെന്റ് ഇയർ മുതൽ അതായിരിക്കും ആ സാധനം ആപ്ലിക്കബിൾ ആയിട്ട് വരിക. അപ്പോൾ ആ വർഷത്തിന്റെ തുടക്കം April 1 മുതൽ ആപ്ലിക്കബിൾ ആയിരിക്കും. പക്ഷേ ഇവിടെ April 1 മുതൽ ആപ്ലിക്കബിൾ ആവുന്ന ചേഞ്ചസ് എല്ലാം പറഞ്ഞിരിക്കുന്നത് February 1 വന്നേക്കുന്ന ബജറ്റും, അത് കഴിഞ്ഞിട്ട് വന്ന ഈ രണ്ടാമത്തെ ബജറ്റിൽ ജൂലൈ 23 പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞ ബജറ്റിൽ, ഈ ബജറ്റിലാണ് ഒരു കട്ട് ഓഫ് ഡേറ്റ് മുതൽ, അതായത് ജൂലൈ 23 മുതൽ പഴയ റേറ്റ്, ജൂലൈ 23 ശേഷം പുതിയ റേറ്റ്. പിടിക്കോ? ഇപ്പൊ നിങ്ങൾ എന്തൊക്കെ പഠിക്കണം? ഒന്ന് പഴയത് പഠിക്കണം. ആക്ച്വലി നോർമലി ഉള്ളതുപോലെ February 1 പ്രഖ്യാപിച്ച ബജറ്റ് അനുസരിച്ചുള്ള ചേഞ്ചും പഠിക്കണം. അത് കഴിഞ്ഞ് ഈ ജൂലൈ 23 വന്ന ബജറ്റിന്റെ ചേഞ്ചും പഠിക്കണം. ഇതിന്റെ ഇംപ്ലിക്കേഷൻസ്, ഇതിന്റെ ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ഒരുപാട് സ്ഥലത്ത് പഠിക്കാനുണ്ട്, ഒത്തിരി സ്ഥലത്ത്. ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞുതരാം. നിങ്ങൾ താഴേക്ക് വരാം, നമ്മുടെ ഇൻഡെക്സ് പേജിലേക്ക് വരാം. നിങ്ങൾക്ക് ടോട്ടൽ മാർക്സ് ചോദിക്കുന്ന 50 മാർക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് 10 മാർക്ക് ചോദിക്കും. പിന്നെ 5 ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ നിന്ന് 25 മാർക്ക് ചോദിക്കും. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മൊഡ്യൂളിൽ നിന്ന്, ലാസ്റ്റ് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് 15 മാർക്ക് ചോദിക്കും. ഞാൻ പറയുന്നു, ഈ വെയിറ്റേജ് നിങ്ങൾ ഒരിക്കലും ഫോളോ ചെയ്യേണ്ട. കാരണം എന്താണെന്നറിയോ? ഈ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് ടാക്സ് കാൽക്കുലേഷൻസ് ഉണ്ട്. ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെ? 5 ഹെഡ്സ് ഓഫ് ഇൻകങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാ. ഈ 5 ഹെഡ്സ് ഓഫ് ഇൻകങ്ങളിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂളാണ് ഈ 3rd ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ സാധനങ്ങളെല്ലാം ഇന്റർലിങ്ക് ചെയ്ത് കിടക്കുന്നത്, പിടിക്കോ? അതായത് അങ്ങോട്ട് കുഴഞ്ഞ് മറിഞ്ഞ് തിരിഞ്ഞ് ഇങ്ങനെ കെട്ടുപണഞ്ഞൊക്കെ കിടക്കുന്നത്. അപ്പൊ നമുക്ക് എക്സാക്ട്ലി ഒരിക്കലും ബേസിക് കോൺസെപ്റ്റിൽ നിന്ന് മാത്രം 10 മാർക്കിന് ചോദിക്കാൻ പറ്റത്തില്ല. കാരണം ബേസിക് കോൺസെപ്റ്റിൽ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും 5 ഹെഡ്സ് ഓഫ് ഇൻകങ്ങളുടെ കോൺസെപ്റ്റും ആപ്ലിക്കബിൾ ആണ്. അപ്പൊ ഈ ഒരു സാധനം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേ വേണ്ട, ഈ ഒരു വെയിറ്റേജ് നിങ്ങൾ മൈൻഡ് ചെയ്യേ വേണ്ട. എന്തായാലും നമുക്ക് വേണ്ടത് 50 മാർക്കാണ്. 50 മാർക്ക് നമ്മൾ സ്കോർ ചെയ്യും. പല ആൾക്കാരും, പല ടീച്ചേഴ്സ് ഉൾപ്പെടെ പല ആൾക്കാരും യൂട്യൂബിലും പല പ്ലാറ്റ്ഫോംസിലും വന്ന് പറയാറുണ്ട്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് CME ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരിക്കലും വെയിറ്റേജ് ഫോളോ ചെയ്യാറില്ലെന്ന്. കാരണം വെയിറ്റേജ് ഫോളോ ചെയ്യുന്നത് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞില്ലേ, ഓരോ ടോപ്പിക്സും കെട്ടുപണഞ്ഞ കിടക്കുന്നത്. നമുക്ക് എക്സാക്ട്ലി അങ്ങനെ വെയിറ്റേജ് ഫോളോ ചെയ്ത് ചോദിക്കാൻ പറ്റില്ല. വെയിറ്റേജ് ഫോളോ ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാലും ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചസ് വരാം. നമ്മുടെ ഇന്റർപ്രിട്ടേഷൻ അനുസരിച്ച് നമുക്ക് തോന്നും ഇത് സെക്കൻഡ് മൊഡ്യൂളിലല്ലേ, ഫസ്റ്റ് മൊഡ്യൂളിലല്ല എന്നൊക്കെ തോന്നും. അപ്പൊ നമുക്ക് 50 മാർക്ക് സ്കോർ ചെയ്യണം. അതിന്റെ സ്ട്രാറ്റജി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ശരി, താഴേക്ക് വന്നേ. നമ്മുടെ ചാപ്റ്റേഴ്സിന്റെ പേര് എടുത്തേ. സോറി, ഇത് ഞാനേ നമ്മുടെ ഇപ്പൊ ലാസ്റ്റ് കണ്ടക്ട് ചെയ്ത ബാച്ചിൽ പിള്ളേർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ ഇൻഡെക്സ് പേജിൽ വരച്ച് കുറിച്ചൊക്കെ വെച്ച സാധനമാണ്. ഇതൊക്കെ നമുക്ക് കംപ്ലീറ്റ്ലി അങ്ങ് റൈസ് ചെയ്ത് കളയാം. ഓക്കെ, ഇതാണ് നിങ്ങളുടെ 3 ചാപ്റ്റേഴ്സ്. ഇതിൽ നമ്മൾ ഈ ചാപ്റ്റേഴ്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്സിന് നമ്മൾ ABC 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യും. എത്ര കാറ്റഗറി? 3 കാറ്റഗറി. ഒന്നാമത്തെ കാറ്റഗറി A, then B, C. ഇതിൽ A എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ട ഐറ്റംസ് ആണ്. എല്ലാ പ്രാവശ്യവും എക്സാമിന് റെഗുലർലി, എല്ലാ പ്രാവശ്യവും റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ടോപ്പിക്സ് ആണ് A. ഓക്കെ, ബിയും എ പോലെ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ ബിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറെ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ അതിൽ നിന്ന് ചോദിക്കുന്ന മാർക്ക് ചിലപ്പോൾ കുറവായിരിക്കും. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ബി, എ പോലെ സെയിം ഇമ്പോർട്ടന്റ് ആണ് ബി. പക്ഷേ എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ ടൈം ഒരു കൺസ്ട്രെയിൻ ആണ്. അതുകൊണ്ട് അതിലെ കുറച്ച് ടോപ്പിക്സ് ഞാൻ പറഞ്ഞുതരാം. അത് ചിലപ്പോൾ ചോദിക്കാം, ചിലപ്പോൾ ചോദിക്കാതിരിക്കാം. അങ്ങനെയുള്ള ടോപ്പിക്സ് ഒക്കെയാണ്. അത് നമുക്ക് ബിയിലിടാം. സിയിലുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒട്ടും സമയമില്ലെങ്കിൽ മാത്രമേ സ്കിപ്പ് ചെയ്യാവൂ. ഇല്ലെങ്കിൽ ഒരു ഓട്ട പ്രദക്ഷിണം ചെയ്തല്ലേ, നമ്മൾ മൊത്തത്തിൽ എൻറ്റയർലി ഒന്ന് ഓടിപ്പിടഞ്ഞ് നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് പോലെ ഓടി നിങ്ങളൊന്ന് നോക്കി വെച്ചോ. എല്ലാ പ്രാവശ്യവും ചോദിക്കാത്ത ഐറ്റംസ് ആണ്. വല്ലപ്പോഴും ഒക്കെ എക്സാം അങ്ങേയറ്റം ടഫ് ആവുകയാണെങ്കിൽ മാത്രം ചോദിക്കുന്ന ഐറ്റംസ് ആണ് സി. അങ്ങനെ 3 കാറ്റഗറി ഉണ്ട്. ശരി, അങ്ങനെയാണെങ്കിൽ ആ ആദ്യത്തെ കാറ്റഗറിയിൽ ഇടേണ്ട ടോപ്പിക് ആണ് ഈ ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ്. ഇത് നിങ്ങൾ പ്രയോറിറ്റി എയിലിടുക. ബേസിക് കോൺസെപ്റ്റ്, റെസിഡൻഷ്യൽ സ്റ്റേറ്റസ്, അഗ്രികൾച്ചറൽ ഇൻകം. ശരി, ഈ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് നമ്മുടെ ക്യാപിറ്റൽ റവന്യൂ റെസിപ്റ്റിന്റെ ഒരു തിയറി കൊടുത്തിട്ടുണ്ട്. ക്യാപിറ്റൽ റവന്യൂ റെസിപ്റ്റ് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ടേമിലോ കഴിഞ്ഞതിന്റെ തൊട്ട് മുന്നേ ഉള്ള ടേമിലോ ഈ ക്യാപിറ്റൽ റവന്യൂ റെസിപ്റ്റിന്റെ തിയറി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, അപ്പൊ ഞാൻ എയിലാണ് ഈ 3 ചാപ്റ്റർ ഇടേണ്ടതെങ്കിലും ഞാൻ ഇവനെ ഒന്ന് മാറ്റി നിർത്താണ്. എന്താ ഈ ക്യാപിറ്റൽ റവന്യൂ റെസിപ്റ്റിന്? കാരണം ഇത് നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു, അതുകൊണ്ട് ഈ പ്രാവശ്യം ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ്. നിങ്ങൾ വെറുതെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇനി ബേസിക് കോൺസെപ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം ടാക്സ് കാൽക്കുലേഷൻ. എന്താണ് ടാക്സ് കാൽക്കുലേഷൻ? അതിലും ഏറ്റവും ഇമ്പോർട്ടന്റ് സെക്ഷൻ നിങ്ങൾക്ക് അറിയാലോ, ഇപ്പോഴത്തെ ഡീഫോൾട്ട് സ്കീമാണ് 115 BAC അല്ലെ. ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവൻ ഇപ്പോൾ വരുന്ന ഡീഫോൾട്ട് സ്കീമാണ് 115 BAC. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ആൻസർ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ അവൻ 115 BAC, ഇപ്പോഴത്തെ ഡീഫോൾട്ട് സ്കീം 115 BAC ആണ്. ആ സ്കീം അനുസരിച്ചിട്ട് വേണം ക്വസ്റ്റ്യൻ ചെയ്യാൻ. ഇനി ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞിരിക്കുകയാണ് ഹി ഓപ്റ്റ് ഔട്ട് ഫ്രം ഡീഫോൾട്ട് സ്കീം, അല്ലെങ്കിൽ ഹി ഓപ്റ്റ് ഔട്ട് ഫ്രം 115 BAC, അല്ലെങ്കിൽ ഹി സെലക്ടഡ് ഓൾഡ് ടാക്സ് റെജീം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ ഓൾഡ് ടാക്സ് സ്കീമിൽ ചെയ്യാൻ പാടുള്ളൂ.
ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ മക്കളെ? ഇനി ഈ ടാക്സ് കാൽക്കുലേഷൻ നിങ്ങളുടെ ക്യാപിറ്റൽ ഗെയിൻ ചാപ്റ്ററായിട്ട് ഞാനൊന്ന് ഇന്റർലിങ്ക് ചെയ്യാം. നിങ്ങൾക്കറിയാം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് നോർമൽ റേറ്റിലെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഐറ്റംസ് ഉണ്ട്, സ്പെഷ്യൽ റേറ്റിലെ ടാക്സ് കാൽക്കുലേറ്റ് ഐറ്റംസ് ഉണ്ട്. നോർമൽ റേറ്റിലെ ടാക്സ് കാൽക്കുലേറ്റ് നമ്മുടെ സ്ലാബ് റേറ്റ് ആണ് അല്ലെ? സ്ലാബ് റേറ്റ്. ഇനി സ്പെഷ്യൽ റേറ്റിലെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതിന് സ്പെഷ്യൽ റേറ്റ്. ഇവിടെയാണ് നിങ്ങളുടെ അമെന്റ്മെന്റ് ഏറ്റവും കൂടുതൽ ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. അമെന്റ്മെന്റ് ഞാൻ പറഞ്ഞില്ലേ, 2 ബജറ്റ് ഉണ്ടായിരുന്നു. അതിലെ രണ്ടാമത്തെ ബജറ്റ് എന്നാ വന്നത്? ഒരു ജൂലൈ 23 അല്ലെ 2024 ജൂലൈ 23 വന്നത്. അവരെന്താ ചെയ്യുന്ന അറിയാമോ? 2024 ജൂലൈ 23 ശേഷം ക്യാപിറ്റൽ ഗെയിൻ വന്ന ഒരു റേറ്റ്, അതിന് മുന്നേ ക്യാപിറ്റൽ ഗെയിൻ വന്ന മറ്റൊരു റേറ്റ്, അതിന് മുന്നേ ക്യാപിറ്റൽ ഗെയിൻ വന്ന മറ്റൊരു റേറ്റ്. ഞാൻ നിങ്ങൾക്ക് ഇതാ ഇപ്പോൾ കാണിച്ചു തരുന്നത് നമ്മുടെ ഈ ഈ ഈ 2024 ബജറ്റ് ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് ഫാസ്റ്റ് ട്രാക്കിന്റെ നോട്ടാ. ഏകദേശം 185 പേജസ് ഉണ്ട്. അതിന്റെ കവർ പേജ് ഉൾപ്പെടെ 185 പേജസ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ ക്വസ്റ്റ്യൻസും, എല്ലാ അമെന്റ്മെന്റ്സ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രൊവിഷൻസും വളരെ ബ്രീഫ് ആയിട്ടും വളരെ നീറ്റ് ആയിട്ടും പ്രിസൈസ് ആയിട്ടും പക്ഷെ നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ ഐറ്റംസും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന നോട്ട്സ് ആണ്. ഇത് മാത്രം മതി നിങ്ങൾക്ക് സത്യത്തിൽ എക്സാം പാസ് ആവാൻ. ഇതാ നോക്കി, ഇതിൽ ഞാൻ എന്താ കാണിച്ചതെന്ന് അറിയാമോ? സ്പെഷ്യൽ റേറ്റ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 111 ബിഫോർ 23/7/2024 ആണെങ്കിൽ 15%, ആഫ്റ്റർ 23/7/2024 ആണെങ്കിൽ 20%. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ 12 ആണെങ്കിൽ മുന്നേ 20%, ആഫ്റ്റർ 23/7/2024 12.5%. അതുപോലെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ 112 ആണെങ്കിൽ ബിഫോർ 10%, ആഫ്റ്റർ 12.5%. പണ്ട് എക്സീഡിംഗ് 1 lakhs ആയിരുന്നു ടാക്സബിൾ, ഇപ്പോൾ എക്സീഡിംഗ് 1.25 lakhs ആണ് ടാക്സബിൾ. ഈ ചേഞ്ചസ് എല്ലാ സ്ഥലത്തും വരും. ഈ ചേഞ്ചസ് എല്ലാ സ്ഥലത്തും വരും. ഇത് നമ്മളെ ഫൈനാൻഷ്യൽ ആക്ട് 2024 രണ്ടാമത്തെ ബജറ്റിൽ വന്ന ചേഞ്ചസ് ആണ്. പിടിക്കോ? അപ്പൊ നിങ്ങൾക്ക് രണ്ടും പഠിക്കണം, പഴയതും പഠിക്കണം, പുതിയതും പഠിക്കണം. അപ്പൊ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് ആ ട്രാൻസാക്ഷൻ എപ്പോഴാണ് സംഭവിച്ചത്, എപ്പോഴാണ് ട്രാൻസാക്ഷൻ ഉണ്ടായത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ, ക്യാപിറ്റൽ ഗെയിനിൽ നിങ്ങൾ പഠിച്ച ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഇല്ലേ, ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഈ ഇയർ മുതൽ ആപ്ലിക്കബിൾ അല്ല. പക്ഷെ രണ്ടാൾക്കാർക്ക് മാത്രമാണ് ആപ്ലിക്കബിൾ, ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിനും പിന്നെ ഒരു സ്പെഷ്യൽ സിറ്റുവേഷനും. അതും ബിഫോർ 23/7/2024 ആണെങ്കിൽ ആപ്ലിക്കബിൾ ആണ്, ആഫ്റ്റർ 23/7/2024 ആണെങ്കിൽ വേറെ ആർക്കും ആപ്ലിക്കബിൾ അല്ല എക്സെപ്റ്റ് 2. അങ്ങനെയാണ് ക്യാപിറ്റൽ ഗെയിനിലെ ചേഞ്ചസ്. അപ്പൊ 2024 ബജറ്റിൽ വന്ന ചേഞ്ചസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ചേഞ്ചസ് ആണ് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇത് നിങ്ങൾക്ക് എന്തായാലും എഴുതി വെച്ചോ മക്കളെ. ഇതിലെ ചേഞ്ചസ് നിങ്ങൾക്ക് ഉൾപ്പെടെയുള്ള ചോദ്യം ഇപ്രാവശ്യം ചോദിച്ചിരിക്കും. ചോദിക്കാതെ പോവാൻ ഒരിക്കലും പറ്റൂല. ഇത് മിസ്സാക്കിയിട്ട് വേറൊരു സാധനം ചോദിക്കാൻ അവർക്ക് ഒരിക്കലും പറ്റൂല. പിടിക്കോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ പ്രാവശ്യം നിങ്ങൾ എവിടെയും ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടില്ല കുഴപ്പമില്ല, സാർ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാവും, അത് ഫോളോ ചെയ്താൽ മതി. ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത് തന്നെ പഠിക്കുക. കാരണം അതിലെ ചേഞ്ചസ് നന്നായിട്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റൂ. അല്ല അമെന്റ്മെന്റ്സ് ജസ്റ്റ് വായിച്ചു പോകുന്ന ഐറ്റംസ് അല്ല. നിങ്ങൾക്ക് ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലായി എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറയട്ടെ, നമ്മുടെ ഡയറക്ട് ടാക്സിന്റെ ക്ലാസ്സിന് ആകെ 26 ലെക്ചേഴ്സ് ആണുള്ളത്. വെറും 26 ലെക്ചേഴ്സ്. ആ ഒരു ലെക്ചറിന്റെ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഒരു 100 മിനിറ്റ്സ് പറയാം. 100 മിനിറ്റ്സ് ഓൺ ആൻ ആവറേജ് പറയാം. 100 മിനിറ്റ്സ്, ഒരു 100 മിനിറ്റ്, അതായത് ഒരു 1.5 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ, ഒരു ആവറേജ് ഒരു 1.25 മണിക്കൂർ പിടിച്ചോ. ഇതാണ് നിങ്ങളുടെ ഒരു ക്ലാസിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ. അങ്ങനെ വെറും 26 ലെക്ചേഴ്സ് മാത്രം മതി നിങ്ങൾക്ക് ഡയറക്ട് ടാക്സ് പഠിക്കാൻ. അത് ഡയറക്ട് ടാക്സിന്റെ പ്രൊവിഷൻസ് മാത്രമല്ല, പ്രൊവിഷൻസും ചെയ്ത് നമ്മുടെ ടെക്സ്റ്റിലുള്ള ഓരോ ഇലുസ്ട്രേഷൻസും ചെയ്ത് തീരുന്ന ക്ലാസ് ആണ് നിങ്ങൾക്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് വേണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിരിക്കാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് നമ്മുടെ ആപ്പിലേക്ക് ചെല്ലും. അവിടെ ചെന്ന് നിങ്ങൾക്ക് ക്ലാസ് പർച്ചേസ് ചെയ്യാം. അല്ലെങ്കിൽ ക്ലാസ് പർച്ചേസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കാണിക്കുന്ന ഒരു ഡെമോ വീഡിയോ ഞാൻ താഴെ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുവയ്ക്കാം മക്കളെ. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും എക്സാമിന് പഠിക്കണം, പാസ്സാവണം. അപ്പൊ ഇതൊരു ഒരു വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് മണി എന്ന് നിങ്ങൾ ഒരിക്കലും കാണരുത്. നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും ഇതെന്ന് ഞാൻ ഉറപ്പ് തരാം. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ കൊടുത്തിരിക്കാം. അതിനെപ്പറ്റി ഇപ്പൊ പറയുന്നില്ല. ശരി, അപ്പൊ ബേസിക് കോൺസെപ്റ്റ് അമെന്റ്മെന്റ് കാര്യം മനസ്സിലായോ? ശരി, പിന്നെ റെസിഡൻഷ്യൽ സ്റ്റേറ്റസിൽ ഇമ്പോർട്ടന്റ് കാര്യം. റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ചെറിയ ചാപ്റ്ററാ. ആ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ്, സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം, മെയിൻലി പഠിക്കേണ്ടത് നമ്മുടെ ബേസിക് കോൺസെപ്റ്റും അഡീഷണൽ ബേസിക് കണ്ടീഷനും അഡീഷണൽ കണ്ടീഷനുകളാണ്. ഇതിൽ ബേസിക് കണ്ടീഷനിൽ തന്നെ എക്സംഷൻ ഉണ്ട്. ഓക്കെ, ഇൻകം ഏൺഡ് ഇൻ ദ പ്രീവിയസ് ഇയർ ടാക്സബിൾ ഇൻ അസസ്മെന്റ് ഇയർ എന്ന് പറയാം. അതിൽ തന്നെ ഇൻകം ഏൺഡ് ഇൻ ദ പ്രീവിയസ് ഇയർ ഇസ് ടാക്സബിൾ ഇൻ പ്രീവിയസ് ഇയർ ഇറ്റ്സെൽഫ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അത് നിങ്ങൾ പഠിക്കാം. ഇനി ബേസിക് കണ്ടീഷനിൽ തന്നെ കുറച്ച് എക്സംഷൻസ് ഉണ്ട്. അത് കുറെ ആൾക്കാർക്ക് 182 ഡേയ്സ് ഓർ മോർ എന്ന് പറഞ്ഞ കണ്ടീഷൻസ് ആയിരിക്കും ആപ്ലിക്കബിൾ ആവുന്നത്. അത് നിങ്ങൾ പഠിക്കാം. പിന്നെ ബാക്കി നിങ്ങൾക്ക് അറിയാം, ഒരു ട്രിക്ക് യൂസ് ചെയ്ത് നമുക്ക് ഈ പറഞ്ഞ ഇൻകം അറൈസ്ഡ് ഫ്രം ഇന്ത്യ, റിസീവ്ഡ് ഫ്രം ഇന്ത്യ, ഡീംഡ് ടു ബി അറൈസ്ഡ് ഫ്രം ഇന്ത്യ, ഡീംഡ് ടു ബി റിസീവ്ഡ് ഫ്രം ഇന്ത്യ എന്നൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ സിമ്പിൾ ആയിട്ട് പഠിച്ചില്ലേ? അത് നിങ്ങൾക്ക് എല്ലാ പ്രാവശ്യവും ഷുവർ ഷോർട്ട് ആയിട്ട് ചോദിക്കുന്ന ചോദ്യം. അപ്പൊ കഴിഞ്ഞ ടേമിന് ചോദിച്ചിട്ടുള്ള ഈ ടേമിന് ചോദിക്കാനുള്ള ചാൻസ് വളരെ 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 കൂടുതലാണ്. ശരി, ഇനി അഗ്രികൾച്ചറൽ ഇൻകത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ കോമ്പോസിറ്റ് ഇൻകം ഇല്ലേ? കോമ്പോസിറ്റ് അഗ്രികൾച്ചറൽ ഇൻകം ഉണ്ടാവും, PGBP ഇൻകം ഉണ്ടാവും, റബ്ബർ, ടീ അങ്ങനെയുള്ള ഐറ്റംസ്, റബ്ബർ, ടീ, കോഫി,
ഓർമ്മയുണ്ടോ ആ ഐറ്റംസ്? ഒരു സർട്ടൻ പെർസെന്റേജ് അവർ തന്നിട്ടുണ്ട്. റൂൾ 7ഉം റൂൾ 7B 6, 8 എന്തോ ആണ് ആ റൂൾ, എനിക്ക് ഓർമ്മയില്ല. അതിലൊരു സർട്ടൻ പെർസെന്റേജ് ഉണ്ട്. ആ പെർസെന്റേജ് അനുസരിച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഒരു ഷുഗർ കെയിന്റെ ക്വസ്റ്റൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടില്ലേ, ആ ഐറ്റം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അഗ്രികൾച്ചർ രംഗത്തിലെ പാർഷ്യൽ ഇന്റഗ്രേഷൻ മെത്തേഡ് ഇല്ലേ, അതായത് ഇൻഡയറക്ട്ലി അഗ്രികൾച്ചർ രംഗത്തിലെ ടാക്സ് കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്. എന്താ ചെയ്യേണ്ടത്? അഗ്രികൾച്ചർ ഇൻകം നോൺ അഗ്രികൾച്ചർ ഇൻകം ആഡ് ചെയ്യുക, ടാക്സ് കണ്ടുപിടിക്കുക. അഗ്രികൾച്ചർ ഇൻകം ബേസിക് എക്സംഷൻ ലിമിറ്റ് കൂടെ ആഡ് ചെയ്യുക, ടാക്സ് കണ്ടുപിടിക്കുക. ആ ബേസിക് എക്സംഷൻ ലിമിറ്റിൽ നിങ്ങൾക്ക് പണി തരാം. കാരണം ഓൾഡ് ടാക്സ് സ്കീമാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ അയാളുടെ ഏജ് അനുസരിച്ച് സ്ലാബ് റേറ്റിലെ ബേസിക് എക്സംഷൻ ലിമിറ്റ്. ഇനി അല്ല, ന്യൂ ടാക്സ് സ്കീം, അതായത് നമ്മുടെ 115 BSE ആണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാ ആൾക്കാർക്കും 3 lakhs ആണ് ബേസിക് എക്സംഷൻ ലിമിറ്റ്. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, ബേസിക് എക്സംഷൻ ലിമിറ്റിന് ഒരു സ്പെഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോർമൽ സ്ലാബ് റേറ്റിൽ ടാക്സ് ചെയ്യുന്ന ഇൻകം ബേസിക് എക്സംഷൻ ലിമിറ്റ് പോലും എത്തിയില്ല. ഇപ്പൊ നോർമൽ ടാക്സ് റേറ്റിൽ ടാക്സ് ചെയ്യുന്ന ഇൻകം 2 lakhs ഉള്ളൂ, നിങ്ങളുടെ ബേസിക് എക്സംഷൻ ലിമിറ്റ് 3 lakh ആണ്. അപ്പൊ അൺഎക്സോസ്റ്റഡ് ബേസിക് എക്സംഷൻ ലിമിറ്റ് ഉണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി സെറ്റ് ഓഫ് വിത്ത് സ്പെഷ്യൽ റേറ്റിൽ ടാക്സ് ചെയ്യുന്ന ഇൻകം, അതും ക്യാപിറ്റൽ ഗെയിനിൽ മാത്രം. കാഷ്വൽ ഇൻകത്തിലും അതുപോലെ നമ്മുടെ ഓൺലൈൻ വിന്നിംഗ്സിലും ഒന്നും നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. എന്ത് 112, 12A, 11A മാത്രമേ നമുക്ക് കുറയ്ക്കാൻ പറ്റൂ. അങ്ങനെ ഒരു സ്പെഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ മക്കളെ. അത് ചോദിച്ചു കഴിഞ്ഞാൽ ഹിഡൻ അഡ്ജസ്റ്റ്മെന്റ് ആണ്, ആരും മനസ്സിലാക്കില്ല, ശ്രദ്ധിക്കത്തില്ല, നിങ്ങളത് മറന്നു പോകും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പ്രയോറിറ്റി ഫസ്റ്റ് ചാപ്റ്ററിന്റെ. ഈ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വെയിറ്റേജ് പറയുന്നത് ഏകദേശം 10 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുക. എത്ര മാർക്ക്? 10 മാർക്ക്. പക്ഷെ 10 അല്ല, ഈ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിനിമം ഒരു 20 മാർക്ക് സ്കോർ ചെയ്യാം. എത്ര മാർക്ക് സ്കോർ ചെയ്യാം മക്കളെ? 20 മാർക്ക് സ്കോർ ചെയ്യാം. ഞാൻ ഉറപ്പ് പറയാം, ഒരു 20 മാർക്ക് സ്കോർ ചെയ്യാം. കാരണം ക്യാപിറ്റൽ ഗെയിനും സാലറിയിലും PGBP ഒക്കെ പ്രോബ്ലം ചോദിക്കുമ്പോൾ ഈ ബേസിക് കാൽക്കുലേഷൻസ് കയറി വരും. അപ്പൊ ബേസിക് കാൽക്കുലേഷൻസ് നമുക്ക് അറിയാമെങ്കിൽ അതെല്ലാം നമുക്ക് സ്കോർ ചെയ്യാം. 20 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. 20 മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് MCQs ആണ്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് എന്താണ്? MCQs. കാരണം എന്താ? MCQs നമുക്ക് 30 മാർക്കിന് ചോദിക്കും. ആ 30 മാർക്സ് നമുക്ക് വേണം. ബേസിക് കോൺസെപ്റ്റിൽ കുറെ ആർട്ടിക്കൽ നമ്പേഴ്സ് ഉണ്ട്, ഓർമ്മയുണ്ടോ? കുറച്ച് റൂൾസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ പഠിക്കണം. നമ്മൾ ഓരോ ചാപ്റ്ററിൽ ഓരോ ഐറ്റംസ് പഠിക്കുമ്പോഴും പറയാറുണ്ട്, ഇത് MCQ ആയിട്ട് ചോദിക്കാം, ഇത് MCQ ആയിട്ട് ചോദിക്കാം, ഇത് MCQ ആയിട്ട് ചോദിക്കാം. അപ്പൊ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത ഓരോ ആൾക്കാരും ക്ലാസ് കണ്ടു തീരുമ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത ഒരു MCQന്റെ ഒരു ബാങ്ക് തന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കും. കറക്റ്റ് അല്ലേ? ശരി. അടുത്ത ഫസ്റ്റ് ചാപ്റ്ററിൽ, ഫസ്റ്റ് മൊഡ്യൂളിൽ ഒരു ചാപ്റ്ററും കൂടെ പെൻഡിങ് ഉണ്ട്. അത് ഞാൻ പ്രയോറിറ്റി സിയിൽ ഇടാണേ. അതെന്താ? ഇമ്പോർട്ടന്റ് അല്ലേ ഇത് പഠിക്കാനുള്ളത്? അല്ല, എന്താണെന്നറിയാമോ? ഇവിടെ നമ്മൾ പഠിക്കുന്ന സെക്ഷൻ 10 അല്ലേ? സെക്ഷൻ 10ന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും നമ്മൾ താഴെ വരുന്ന ഓരോ ചാപ്റ്ററിലും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ഒന്ന് എക്സ്റ്റൻസീവ് റീഡിംഗ്, നമ്മൾ ഒരു അരമണിക്കൂർ പോലും എടുക്കാതെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത്, ഓർമ്മയുണ്ടോ? അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മാത്രം മതി. അതപ്പോൾ ഇത് പ്രയോറിറ്റി സി ആണ്, പ്രയോറിറ്റി സി ആണ്. ഓക്കെ, ഇമ്പോർട്ടന്റ് അല്ലാത്തത് കൊണ്ടല്ല, കാരണം ഓട്ടോമാറ്റിക്കലി ആ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വന്നോളും പഠിച്ചിട്ടുണ്ടെങ്കിൽ. ശരി, ഇനി ഇന്റർമീഡിയറ്റ് സിലബസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ഞാൻ ഇപ്പൊ പറയാൻ പോണത്. എന്ത്? പ്രയോറിറ്റി എയിൽ ഇടേണ്ട ഐറ്റമാണ് സാലറി, പ്രയോറിറ്റി എയിൽ ഇടേണ്ട ഐറ്റമാണ് ഹൗസ് പ്രോപ്പർട്ടി. കാരണം ഇത് കഴിഞ്ഞിട്ടുള്ള ചാപ്റ്റേഴ്സ് ഇല്ലേ, ഏതൊക്കെയാ? PGBP, ക്യാപിറ്റൽ ഗെയിൻ നിങ്ങൾ നേരെ ഫൈനലിൽ വരുമ്പോഴും പഠിക്കും. പക്ഷെ സാലറിയും ഹൗസ് പ്രോപ്പർട്ടിയും ഫൈനലിൽ പഠിക്കൂല. അതുകൊണ്ട് സാലറിയും ഹൗസ് പ്രോപ്പർട്ടിയും ഏറ്റവും ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. എവിടെ? ഇന്റർമീഡിയറ്റ് സിലബസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് സാലറിയും ഹൗസ് പ്രോപ്പർട്ടിയും. ഓക്കെ അല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ ഈ സാലറിയിൽ എല്ലാ പ്രാവശ്യവും ചോദിക്കുന്ന ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. സാലറി നമ്മുടെ പെർക്യൂസിറ്റ്സിന്റെ കാര്യം പറയും. പെർക്യൂസിറ്റ്സിലെ എല്ലാ പ്രാവശ്യവും ചോദിക്കുന്ന ഐറ്റമാണ് നമ്മുടെ കാർ പെർക്യൂസിറ്റ്, ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്, ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസ്, അതുപോലെ അപ് ടു ദ എമൗണ്ട് സ്പെൻഡ് വരെ അല്ലേ, അപ് ടു ദ എമൗണ്ട് സ്പെൻഡ് വരെ നമുക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പെർക്യൂസിറ്റ്സ് ഉണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യൂണിഫോം അലവൻസ്, അതുപോലെ പേഴ്സണൽ ട്രെയിനിങ് അലവൻസുകൾ, ഇതൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ അലവൻസുകളും പെർക്യൂസിറ്റും കഴിഞ്ഞു. പിന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു അലവൻസ് ആണ് HRA. ഇമ്പോർട്ടന്റ് അല്ലേ? ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സിൽ വരികയാണെങ്കിൽ ഗ്രാറ്റുവിറ്റി ഇമ്പോർട്ടന്റ് ആണ്, ഓർമ്മയുണ്ടോ? കവേർഡ് അണ്ടർ ഗ്രാറ്റുവിറ്റി ആക്ട്, നോട്ട് കവേർഡ് അണ്ടർ ഗ്രാറ്റുവിറ്റി ആക്ട്. പിന്നെ അതിൽ തന്നെ അമെന്റ്മെന്റ് ഉള്ള ഒരു സാധനമുണ്ട്, നമ്മുടെ വോളണ്ടറി റിട്ടയർമെന്റ് സ്കീം ഇല്ലേ, അത് എല്ലാ പ്രാവശ്യം ചോദിക്കാറുള്ള ക്വസ്റ്റൻ അല്ല, എങ്കിലും ഇപ്രാവശ്യം വോളണ്ടറി റിട്ടയർമെന്റിന് നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റിന് ഒരു ഇൻക്രീസ് ഉണ്ട്, അതുകൊണ്ട് വോളണ്ടറി റിട്ടയർമെന്റ് വേണമെങ്കിൽ ചോദിക്കാം. പിന്നെ PF, പ്രൊവിഡന്റ് ഫണ്ടിലും ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്, RPF, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ഭയങ്കര ഇമ്പോർട്ടന്റ്. ഓക്കെ, പിന്നെ ചോദിക്കാൻ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ അഡ്ജസ്റ്റ്മെന്റ്സ് ചോദിക്കുന്ന സാധനം RFA. ഓർമ്മയുണ്ടോ? HRA ഉണ്ട്, അത് വേറെ. RFA ഉണ്ട്, അത് വേറെ. RFAയിൽ തന്നെ റെന്റ് ഫ്രീ അക്കോമഡേഷൻ എന്തുണ്ട്? ഫർണിഷ്ഡ് ഉണ്ട്, അൺഫർണിഷ്ഡ് ഉണ്ട്. അൺഫർണിഷ്ഡ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ്. ഫർണിഷ്ഡ് ആണെങ്കിൽ ഫർണിഷ്ഡിന്റെ 10% കൂടെ ആഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ അല്ലേ മക്കളെ? ഇതൊക്കെയാണ് മെയിൻലി എല്ലാ പ്രാവശ്യവും ഇതിൽ ചോദിക്കുന്ന ഐറ്റംസ്. ഇതിനപ്പുറം വേറെ എന്താ ചോദിക്കാൻ? വേറെ ഒന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളൂ. വേറെ ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ,
പിടിച്ചു മക്കളെ. അപ്പൊ സാലറി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഹൗസ് പ്രോപ്പർട്ടി ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഇന്റർമീഡിയറ്റ് സിലബസിൽ ഇൻകം ടാക്സിൽ ഫോർമാറ്റ് പഠിക്കാൻ രണ്ട് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന് ഹൗസ് പ്രോപ്പർട്ടി, രണ്ട് ക്യാപിറ്റൽ ഗെയിൻ. ഒന്ന് ഹൗസ് പ്രോപ്പർട്ടി, രണ്ട് ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വെയിറ്റ് ചെയ്തു. ഹൗസ് പ്രോപ്പർട്ടി അഡ്ജസ്റ്റ്മെന്റ്സ് ഭയങ്കര സിമ്പിളാണ് അല്ലെ. ഹൗസ് പ്രോപ്പർട്ടിയിൽ നിങ്ങൾക്ക് ആകെ ചോദിക്കാൻ പറ്റുന്ന ആ ഫോർമാറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ആദ്യമേ ഗ്രോസ് ആനുവൽ വാല്യൂ ഓർമ്മണ്ട, വലുത് ചെറുത് വലുത്, ലെസ് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ദ ഓണർ. മുനിസിപ്പൽ ടാക്സ് ഇൻക്ലൂഡ്സ് എവറേജ് ടാക്സ്, വാട്ടർ ടാക്സ് ഐറ്റംസ് ഓർമ്മയുണ്ടോ? അപ്പൊ നമുക്ക് നെറ്റ് ആനുവൽ വാല്യൂ കിട്ടും. അവിടുന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, സാലറിയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്, ഇത് പറയാൻ മറന്നുപോയി. സാലറിയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. അവിടെയും ഒരു അമെന്റ്മെന്റ് ഉണ്ട്. 115 BAC ഓപ്റ്റ് ചെയ്താലും ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട്. അതിന്റെ ഒരു ചെറിയ എമൗണ്ടിൽ ചെറിയ വ്യത്യാസം ഉണ്ട്, അതും പഠിക്കണം കേട്ടോ. ശരി, നമുക്ക് ഹൗസ് പ്രോപ്പർട്ടിയിലേക്ക് തിരിച്ചു വരാം. എന്താ പറഞ്ഞോണ്ടിരുന്നത്? നെറ്റ് ആനുവൽ വാല്യൂ. അതിൽ നിന്ന് രണ്ട് ഐറ്റം മാത്രമേ കുറയ്ക്കാൻ പറ്റൂ, ഓർമ്മയുണ്ടോ? ഒരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30%, പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റലും. അതും നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നമ്മൾ ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്ത് ഓർമ്മയുണ്ടോ? ഹൗസ് പ്രോപ്പർട്ടിയിൽ ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്താൽ ആ ചാർട്ട് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഇതിനകത്തില്ല, ഇത് നോട്ട്സ് മാത്രമേ ഉള്ളൂ, ഞാൻ വരച്ചൊന്നും ഇതിനകത്തില്ല. ആ ചാർട്ടിനകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. 115 BAC ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ എത്രയാണ്, ഓൾഡ് സ്കീം ഓപ്റ്റ് ചെയ്ത ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ എത്രയാണ്, അതും ലെറ്റ് ഔട്ട് ചെയ്ത പ്രോപ്പർട്ടിക്ക് എത്രയാണ്, സെൽഫ് ഒക്യുപ്പൈഡ് ചെയ്ത പ്രോപ്പർട്ടിക്ക് എത്രയാണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചില്ലേ? അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാം. പിന്നെ ഇതിൽ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ 3 വീടുകൾ തന്നിരിക്കും, 3ഉം സെൽഫ് ഒക്യുപ്പൈഡ്. അപ്പൊ ഒരെണ്ണത്തിന് നമ്മൾ ഡീംഡ് ലെറ്റ് ഔട്ട് ആക്കണം, എല്ലാ പ്രാവശ്യം ചോദിക്കാം. പിന്നെ ഇതിൽ ചോദിക്കുന്ന സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഐറ്റം ആണ്, ഒരു സെയിം ബിൽഡിംഗ് ആയിരിക്കും, അതിന്റെ ഒരു ഫ്ലോറ് സെൽഫ് ഒക്യുപ്പൈഡും ഒരു ഫ്ലോറ് ലെറ്റ് ഔട്ടും ആയിരിക്കാം. അതുപോലെ ഒരു പ്രോപ്പർട്ടി നമ്മൾ ലെറ്റ് ഔട്ട് ചെയ്തു, പക്ഷെ കുറച്ച് നാളത്തേക്ക് വേക്കന്റ് ആയിട്ട് കിടന്നു, അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അതായത് റീസണബിൾ എക്സ്പെക്ടഡ് റെന്റും ആക്ച്വൽ റെന്റും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ റീസണബിൾ എക്സ്പെക്ടഡ് റെന്റ് ആണ് നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ റീസൺ ലോസ് ഡ്യൂ ടു വേക്കൻസി ആണെങ്കിൽ ആക്ച്വൽ റെന്റിനെ തന്നെ നമുക്ക് ഗ്രോസ് ആനുവൽ വാല്യൂ ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്. ക്ലാസ് കേൾക്കാത്തവർക്കും പഠിക്കാത്തവർക്കും ഞാൻ ഈ പറഞ്ഞ് മനസ്സിലാവില്ല. നിങ്ങൾ ലേറ്റ് അല്ല മക്കളെ, നിങ്ങൾ ഇനി സ്റ്റാർട്ട് ചെയ്താലും തീരും. കാരണം ഞാൻ പറഞ്ഞില്ലേ, വെറും 26 ലെക്ചേഴ്സ് അല്ലെങ്കിൽ ഒരു 27 ലെക്ചേഴ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒരു 100 hours എന്ന് പറഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ നിങ്ങൾക്ക് ക്ലാസിന്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ നമ്മുടെ ആപ്ലിക്കേഷനിലുണ്ട്. 1.2x സ്പീഡിൽ വരെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നിങ്ങൾ ഒന്ന് മെനക്കെട്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സിമ്പിൾ ആയിട്ട് ഒരു 5 ദിവസം 6 ദിവസം മെനക്കെട്ട് കഴിഞ്ഞാൽ ഡയറക്ട് ടാക്സ് കംപ്ലീറ്റ് തീർക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോഴും നിങ്ങൾ ലേറ്റ് അല്ല, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹൗസ് പ്രോപ്പർട്ടി ചാപ്റ്റർ കഴിഞ്ഞ് ഇനി PGBPയും ക്യാപിറ്റൽ ഗെയിനും, ഈ രണ്ട് ചാപ്റ്ററിനെയും ഞാൻ പ്രയോറിറ്റി ബിയിലാണ് ഇടുന്നത്. സാറേ പ്രയോറിറ്റി ബിയോ? ഇത് ഇമ്പോർട്ടന്റ് ആണെന്നാണല്ലോ എല്ലാവരും പറയുന്നത്. അതെ, ഇമ്പോർട്ടന്റ് ആ. പക്ഷേ PGBPയും ക്യാപിറ്റൽ ഗെയിനും പഠിക്കാൻ നമുക്ക് ഒരുപാടില്ലേ അല്ലെ? PGBPയും ക്യാപിറ്റൽ ഗെയിനും പഠിച്ചു തീർക്കാൻ നമുക്ക് ഒരുപാടുണ്ട് അല്ലെ? അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ എൻറ്റയർ ടോപ്പിക്കിനെ പ്രയോറിറ്റി ബിയിൽ ഇടാണ്. എന്നിട്ട് ഞാൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞുതരാം ഈ ടോപ്പിക്കുകൾ ഈ ചാപ്റ്ററിൽ നിങ്ങൾ പ്രയോറിറ്റി എയിൽ ഇടേണ്ട ഐറ്റംസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പ്രയോറിറ്റി എയിൽ ഇടേണ്ട ഐറ്റംസ് ഞാൻ പറഞ്ഞുതരാം. ഇനി ആദ്യം തന്നെ നമുക്ക് ഇവന്റെ കാര്യം പറയാം, ക്യാപിറ്റൽ ഗെയിൻ. ഒന്നാമത്തെ കാര്യം ഇൻഡെക്സേഷൻ ബെനിഫിറ്റിന്റെ അമെന്റ്മെന്റ്. ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഈ ഇയർ മുതൽ ആപ്ലിക്കബിൾ അല്ല. അതും 23/7/2024 എന്ന് പറഞ്ഞ ഡേറ്റ് കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി രണ്ടാൾക്കാർക്ക് മാത്രമാണ് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് അതിനുശേഷവും ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ആ രണ്ടാൾക്കാരുടെ അഡ്ജസ്റ്റ്മെന്റ്സും പ്രോബ്ലംസും നിങ്ങൾ പഠിക്കണം. ഓക്കെ, അത് പ്രയോറിറ്റി എയിലിടുക. അത് നിങ്ങൾ എവിടെ ഇടുക? പ്രയോറിറ്റി എയിലിടുക. പിന്നെ ക്യാപിറ്റൽ ഗെയിന്റെ റേറ്റിന്റെ ചേഞ്ച്. ഓർമ്മയുണ്ടോ? ആ റേറ്റിന്റെ ചേഞ്ച് പഠിക്കുക. ബിഫോർ 23/7/2024 റേറ്റ്, ആഫ്റ്റർ 23/7/2024 റേറ്റ്, അത് നിങ്ങൾ പഠിക്കാം. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ പീരീഡ് ഓഫ് ഹോൾഡിംഗ് ഓഫ് അസറ്റ് ഇല്ലേ, പീരീഡ് ഓഫ് ഹോൾഡിംഗ് ഓഫ് അസറ്റ് അത് 23/7/2024 വരെ പീരീഡ് ഓഫ് ഹോൾഡിംഗ് ഓഫ് അസറ്റ് എന്ന് പറഞ്ഞാൽ 12 months, 24 months, 36 months ആയിരുന്നു. ഇപ്പോൾ ആഫ്റ്റർ 23/7/2024 രണ്ട് പീരീഡ് ഓഫ് ഹോൾഡിംഗ് ഓഫ് അസറ്റ് മാത്രമേ ഉള്ളൂ. എന്ത്? ഒരു 12 months ഒരു 24 months, ലോങ് ടേം ഷോർട്ട് ടേം എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്യുന്നത് ഓർമ്മയുണ്ടോ? അതിലും ഫൈനാൻഷ്യൽ അസറ്റിന് മാത്രമേ ഉള്ളൂ 12 months, ബാക്കിയുള്ളതെല്ലാം 24 monthsലേക്കാണ് വരുന്നത്. 24 months. ആ ചേഞ്ച് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഇനി ഫോർമാറ്റ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ക്യാപിറ്റൽ ഗെയിന്റെ ഫോർമാറ്റ് എന്താ? ഒന്നുമില്ല. ആദ്യമേ നമ്മുടെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ അല്ലെങ്കിൽ നെറ്റ് കൺസിഡറേഷൻ എന്ന് വിളിക്കാം. ശരി, ലെസ് എക്സ്പെൻസ് ഓഫ് ട്രാൻസ്ഫർ, കുറച്ചോളൂടെ എക്സ്പെൻസ് ഓഫ് ട്രാൻസ്ഫർ കുറച്ചോളാം. അവിടുന്ന് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന രണ്ട് ഐറ്റംസേ ഉള്ളൂ. എന്ത്? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ്. ലോങ് ടേം ആണെങ്കിൽ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ്. ആ ഇൻഡെക്സേഷൻ എപ്പോൾ മാത്രമേ ഉള്ളൂ? ബിഫോർ 23/7/2024. പിന്നെ ആഫ്റ്റർ 23/7/2024 ആണെങ്കിൽ ആ സ്പെഷ്യൽ കേസുകൾക്ക് മാത്രമാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഓർമ്മയുണ്ടോ? അപ്പൊ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. അവിടുന്ന് 54ലെ ഡിഡക്ഷൻസ് കുറച്ച് കളയാം. ഓർമ്മയുണ്ടോ? അത് രണ്ട് ഡിഡക്ഷൻസ് ഉണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ബേസ്ഡ് ഡിഡക്ഷൻസും ഉണ്ട്, അതുപോലെ നോർമൽ നമ്മുടെ എക്സ്പെൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഡിഡക്ഷൻസ്, നോർമൽ ഡിഡക്ഷൻസും ഉണ്ട്, ഇൻകം ബേസ്ഡ് ആയിട്ടുള്ള ഡിഡക്ഷൻസ് ഉണ്ട്. അതില് 54 നിങ്ങൾ 54 പഠിക്കുക, 54 ഈസി പഠിക്കാം, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതെല്ലാം ഞാനിപ്പോ ഈ പറഞ്ഞ ഐറ്റംസിനെ എല്ലാം പ്രയോറിറ്റി എയിൽ ഇടുക. ബാക്കിയൊക്കെ പ്രയോറിറ്റി ബിയിൽ.
ഓക്കെ അല്ലേ? ശരി. ഇനി നമുക്ക് PGBPയിലെ കാര്യം പറയാം. PGBPയും പഠിക്കാൻ കുറേ ഇല്ലേ? ഈ PGBPയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ഇവിടെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ 44 AD സീരീസ് ഇല്ലേ? പ്രിസംപ്റ്റീവ് ടാക്സേഷൻ പ്രയോറിറ്റി എയിലിടണം. പ്രിസംപ്റ്റീവ് ടാക്സേഷനെ പ്രയോറിറ്റി എയിലിടാം. ഓക്കെ അല്ലേ? പ്രയോറിറ്റി എയിൽ ടൂടെ ഇടാം. അപ്പോൾ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ പ്രയോറിറ്റി എയിലാണ്. അത് മാത്രമല്ല, ഒരാളെ കാര്യം പറയാൻ മറന്നുപോയി. ഏറ്റവും ഇമ്പോർട്ടന്റ് സാധനം, റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന സാധനം, ഡിപ്രിസിയേഷൻ. സെക്ഷൻ 32 ഇമ്പോർട്ടന്റ് ആണ്. ഡിപ്രിസിയേഷനും അഡീഷണൽ ഡിപ്രിസിയേഷനും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. പിന്നെ ഇവിടെ വേണമെങ്കിൽ ഇത് ചോദിക്കാം. ഓഡിറ്റും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ 44AB-യും AC-യും അല്ലെ? എത്ര നാൾ വരെ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം, എത്ര ടേൺ ഓവറിന് മുകളിലാണെങ്കിലാണ് ഓഡിറ്റ് ചെയ്യേണ്ടത്, ആ സിറ്റുവേഷൻസ് അല്ലേ? അതും പ്രയോറിറ്റി എയിലിടാം. അത് നിങ്ങൾ പ്രയോറിറ്റി ഇല്ല. ബാക്കിയൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തീർക്കാൻ പറ്റും. പിന്നെ ഇതിൽ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പെസിഫൈഡ് ബിസിനസ് ഇല്ലേ? 35 AD അത് ഇമ്പോർട്ടന്റ് ആണ്. 35 ഇമ്പോർട്ടന്റ് ആണ്. മറ്റേ എക്സ്പെൻഡിച്ചർ സയന്റിഫിക് റിസർച്ച് ഇല്ലേ? അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ബാക്കിയൊക്കെ നിങ്ങൾക്ക് തീർക്കാൻ പറ്റും. ജനറൽ ഡിഡക്ഷൻ പഠിച്ചൂടെ? റിലേറ്റഡ് ടു ബിസിനസ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആവാൻ പാടില്ല, പേഴ്സണൽ നേച്ചറിലാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജനറൽ ഡിഡക്ഷൻ എടുക്കാൻ പറ്റും. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ ഞാനിപ്പോൾ പറഞ്ഞ ഇത്രയും പ്രൊവിഷൻസ് പ്രയോറിറ്റി ആയി, ബാക്കി മൊത്തം പ്രയോറിറ്റി ബി. ശരി. അടുത്തത് IFOs ഞാൻ പ്രയോറിറ്റി ബിയിലിടാണ്. IFOs ഞാൻ എവിടെയാണ്? പ്രയോറിറ്റി ബിയിൽ. IFOs ഒന്നുമില്ല പഠിക്കാൻ അല്ലെ? അതുകൊണ്ടാണ് ഞാൻ പ്രയോറിറ്റി ബിയിലിട്ടത്. ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉള്ളത്? ഒന്നുമില്ല. ഒരു കാഷ്വൽ ഇൻകം. ഇത് എയിലിടാം. എന്തൊക്കെയാണ് കാഷ്വൽ ഇൻകം? മറ്റേ നമ്മുടെ ഓൺലൈൻ വിന്നിംഗ് ഇല്ലേ? ഓൺലൈൻ വിന്നിംഗ് ഒരു സെപ്പറേറ്റ് സെക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഓൺലൈൻ വിന്നിംഗ് അതിനെ നിങ്ങൾ പ്രയോറിറ്റി എയിലിടാം. പിന്നെ ഒരു കാര്യമുണ്ട്, ഡീംഡ് ഡിവിഡന്റ്. 10 ഡീംഡ് ഡിവിഡന്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ബൈബാക്ക് ഓഫ് ഷെയർസ്, ആ സാധനം ഓർത്ത് വെച്ചേക്കാം. ബൈബാക്ക് ഓഫ് ഷെയർസ്, ഡീംഡ് ഡിവിഡന്റ്, സെക്ഷൻ 222 അത് ഓർത്ത് വെച്ചേക്കാം. അതും പ്രയോറിറ്റി എയിലിടാം. ഇപ്രാവശ്യം വന്ന അമെന്റ്മെന്റ് ആണ്. കാരണം പണ്ട് ബൈബാക്ക് ഓഫ് ഷെയർസ് ആണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന്റെ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് അത് എക്സംപ്റ്റഡ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ മുതൽ എന്താക്കി മാറ്റി? ടാക്സബിൾ ആക്കി മാറ്റി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ പറഞ്ഞ ഷെയർസ് അക്വയർ ചെയ്ത സമയത്ത് ഉണ്ടായ ലോസിനെ നമുക്കൊരു ക്യാപിറ്റൽ ഗെയിൻ ലോസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഓർമ്മയുണ്ട് ആ സാധനം. ഇനി ഓർത്തിരിക്കേണ്ട കാര്യം, നിങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് റിട്ടേൺ, അത് ഡിവിഡൻഡ് ആയിക്കോട്ടെ, ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ, അത് എവിടെയായിരിക്കും വരുന്നത്? ഓൾവേസ് IFOസിലായിരിക്കും വരാം. ബാക്കി IFOസിൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ പ്രയോറിറ്റി ബിയിലിട്ടു. ഓക്കെ അല്ലേ മക്കളെ? ഇനി കുറെ ചാപ്റ്റേഴ്സ് ഇല്ലേ? ഇതിൽ ഫസ്റ്റ് ചാപ്റ്റർ ക്ലബിംഗ് ആണ്. പ്രയോറിറ്റി എയിലിടുക. ക്യാരി ഫോർവേഡ് പ്രയോറിറ്റി എയിലിടുക. ഓക്കെ. ഡിഡക്ഷൻ റിലീഫ് പ്രയോറിറ്റി ബിയിലിട്ടാൽ മതി. പിന്നെ AMT പ്രയോറിറ്റി സിയിലിട്ടാൽ മതി. അഡ്വാൻസ് ടാക്സ് പ്രയോറിറ്റി ബിയിലിട്ടോ. TDS TCS പ്രയോറിറ്റി സിയിലിട്ടോ. ഇതിൽ തന്നെ ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇതിന് നിങ്ങൾ TDSനെ പ്രയോറിറ്റി സിയിലിട്ടോ, പക്ഷേ TCSനെ പ്രയോറിറ്റി ബിയിലിട്ടോ. കാരണം TCSന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഇപ്രാവശ്യം. ആകെ TCSൽ പഠിക്കാൻ 2 സെക്ഷനേ ഉള്ളൂ. ഈ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനൊക്കെ നിങ്ങൾ പ്രയോറിറ്റി ബിയിലിട്ടോ. പാൻ പ്രയോറിറ്റി ബി. ഈ അസസ്മെന്റ് പ്രയോറിറ്റി സി. ഓക്കെ. ഇതിൽ ഞാൻ ശ്രദ്ധിക്കേണ്ട ഒരു ചാപ്റ്റർ ഞാൻ പറഞ്ഞു തരട്ടെ. ക്ലബിങ്, ക്യാരി ഫോർവേഡ്, സെറ്റ് ഓഫ്. ഇത് മൂന്നും നിങ്ങൾ നന്നായിട്ട് പഠിക്കണം കേട്ടോ. ക്ലബിങ്, പിന്നെ ക്യാരി ഫോർവേഡ്, സെറ്റ് ഓഫ്. ഇതിന്ന് എല്ലാ പ്രാവശ്യവും ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ചോദ്യങ്ങൾ ചോദിക്കാം. നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന്റെ കാൽക്കുലേഷനിലും ഈ പറഞ്ഞ സാധനം ചോദിക്കാം. ഓർമ്മയുണ്ടോ? നമ്മളിത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിച്ചു. ആടിനെ കൊണ്ടുവന്ന് ആനയുടെ കൂട്ടി കെട്ടാൻ പറ്റും, പക്ഷെ ആനയെ കൊണ്ടുവന്ന് ഒരിക്കലും ആടിന്റെ കൂട്ടിൽ കെട്ടാൻ പറ്റില്ല. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ, സെപ്പറേറ്റ് ബിസിനസ്, സ്പെക്യുലേറ്റീവ് ബിസിനസ്, ബിസിനസ് ഓഫ് മെയിൻറ്റെയിനിങ് അല്ലെങ്കിൽ ഓണിംഗ് ആൻഡ് മീനിങ് ഓഫ് ഹോഴ്സ് റേസസ്. ഓർമ്മയുണ്ടോ? ആ സാധനങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് ഇരിക്കാം. ഇനി എത്ര നാൾ വരെ നമുക്ക് ഈ പറഞ്ഞ ക്യാരി ഫോർവേഡ്, സെറ്റ് ഓഫ് ചെയ്ത ലോസുകൾ മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റും ഓർക്കുക. പിന്നെ ഇതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഗിഫ്റ്റ് പോട്ടെ. മൈനർ ചൈൽഡ്. എന്താണ് മൈനർ ചൈൽഡ്? ഓർമ്മയുണ്ടോ? മൈനർ ചൈൽഡിന്റെ ഇൻകം നമ്മൾ ക്ലബ് ചെയ്യുമ്പോൾ ഒരു 1500 രൂപ കുറച്ചോളം പ്രൊവിഷൻ ഉണ്ട്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ പ്രാവശ്യം ചോദിക്കുന്നതാണ് മൈനർ ചൈൽഡ്. ഓക്കെ. പിന്നെ ബാക്കി ഇതിനകത്ത് എന്താ പറയാനുള്ളത്? ഇത്രേ ഉള്ളൂ. മൈനർ ചൈൽഡ് ചോദിക്കാം, ഗിഫ്റ്റ് ചോദിക്കാം, പിന്നെ അതിലൊന്നുമില്ല. ഓക്കെ. സെറ്റ് ഓഫ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഡിഡക്ഷൻസിൽ നിങ്ങൾ ഈ ഡിഡക്ഷനില്ലേ, പാർട്ട് ബി ഡിഡക്ഷൻസ്, ഈ ഡിഡക്ഷൻസിൽ നിങ്ങൾ മറ്റേ 80cc, CCD1, H ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഒരു 1.5 lakhs വരെ നിങ്ങൾക്ക് ഡിഡക്ഷൻ എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഈ AMT ഒന്നും ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ്. AMT ഒന്നും ചോദിക്കൂല. ഓക്കെ. പിന്നെ ഈ സെൽഫ് അസസ്മെന്റും ഇന്റിമേഷനും എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇൻകംപ്ലീറ്റ്. അതുകൊണ്ട് ഞാൻ സീലിട്ടത്. ഇതിന് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അതിന്റെ വളരെ ബേസിക് ഫസ്റ്റ് ഇന്റിമേഷനെ പറ്റിയിട്ട് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ക്ലാസ്സിൽ. ഓക്കെ. ഈ ഫയലിംഗ് ഒക്കെ ബിയിൽ ഇട്ടേക്കുന്നതിന്റെ കാരണം അതിൽ നിന്ന് 1 മാർക്കോ 2 മാർക്കിന് ചോദ്യങ്ങൾ ചോദിക്കുള്ളൂ. ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുന്ന ടെക്നിക്സ് ഒക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാ. പാൻ ഇമ്പോർട്ടന്റ്. പാൻ മാത്രമല്ല, പാനും ടാനും പ്രയോറിറ്റി ബി ആണ്, നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അഡ്വാൻസ് ടാക്സും ചോദിക്കാൻ സാധ്യത കുറവാണ് എങ്കിലും അതിൽ TCS ചോദിക്കാം കേട്ടോ. പ്രയോറിറ്റി ബിയിൽ ഇട്ടിട്ടുണ്ട് നമ്മൾ. TDS കുഴപ്പമില്ല, പ്രയോറിറ്റി സി ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓട്ട പ്രദക്ഷിണം പോലെ നോക്കിയിരുന്നാൽ മതി.
നോക്കിയിരുന്നാല് മതി. അപ്പോൾ ഒരു ഐഡിയ കിട്ടിയ മക്കളെ, ഇതുപോലെ തന്നെ ആയിരിക്കും എക്സാമിന് ചോദിക്കാം. ഞാൻ വേണമെങ്കിൽ പാസ്റ്റിലെ 2 ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചു തരട്ടെ. ഇപ്പൊ നോക്കി, ഇത് ഡിസംബർ 2024 ചോദ്യമാണ്, ചോദ്യ പേപ്പറാണ്. കണ്ടോ, ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യം, മൈനർ ചൈൽഡിന്റെ ഇൻകം ക്ലബ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ കണ്ടോ, ചോദിച്ചിട്ടുണ്ടോ മൈനർ ചൈൽഡിന്റെ ഇൻകം. ഇത് ഡിഡക്ഷൻ ആണ്. ഇത് സിമ്പിളാ, നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഈ സാധനം ഞാൻ വിടുകയാണ്, MCQ കംപ്ലീറ്റ്ലി വിടുകയാണ്. 30 മാർക്കിന് ചോദിക്കും. നമ്മൾ ഓരോ പ്രാവശ്യവും റിപ്പീറ്റഡ്ലി പറയുന്ന കാര്യങ്ങളാണ് ഈ 30 മാർക്കിന്. ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സും ഈ മിക്സ്ഡ് ആയിട്ടായിരിക്കും ചോദിക്കുക. മേ ബി എനിക്കൊന്ന് ആദ്യം ഡയറക്ട് ടാക്സ്, തന്നെ അതിനുശേഷം ഇൻഡയറക്ട് ടാക്സ്, അങ്ങനെ ആയിരിക്കും ചോദിക്കുക. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കി, ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ റവന്യൂവും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ലേ? പറ്റും. ഓക്കെ, ഇനി സാലറിയുടെ ക്വസ്റ്റ്യൻ കണ്ടോ. സാലറിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഗ്രാറ്റുവിറ്റി, ലീവ് സാലറി, കമ്മ്യൂട്ടഡ് പെൻഷൻ. പെൻഷനൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണേ. ഞാൻ നേരത്തെ പറഞ്ഞു എന്ന് തോന്നുന്നു. ഓക്കെ, കണ്ടോ, ഹൗസ് പ്രോപ്പർട്ടി ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ്. പക്ഷേ ഇതൊരു സില്ലി ക്വസ്റ്റൻ, സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഇത് നമ്മുടെ PGBP ആണ്. നമ്മുടെ എന്താണ്, PGBP ആണ്. ഓക്കെ, ക്യാപിറ്റൽ ഗെയിൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇതിന്റെ ക്വസ്റ്റൻസ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ വെച്ച് ഈ ഡിസ്കഷൻ എൻഡ് ചെയ്യാണ്. നമ്മൾ പറഞ്ഞ കുറേ കാര്യങ്ങൾ വീണ്ടും പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഈ ഡിസ്കഷൻ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ് മക്കളെ. നിങ്ങൾ ഏതെങ്കിലും സാറിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, അത് മതി. പക്ഷേ ഞാൻ ഈ പറഞ്ഞ സ്ട്രാറ്റജി എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾ ടൈമിനെ പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്യാം. അതിലാണ് നമ്മുടെ മെയിൻ കാര്യം. അപ്പോൾ ടൈമിനെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാനുള്ള ടെക്നിക്സ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തന്നത്. അതുകൂടി മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ഇനി ക്ലാസ് വേണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിലെ ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി മക്കളെ. നിങ്ങൾക്ക് ക്ലാസിന്റെ എല്ലാ ഡീറ്റെയിൽസും അവിടുന്ന് പറഞ്ഞു തന്നോളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിനി എവിടെ കാണുന്നത്? ഇനി ഒന്നുമില്ല. നിങ്ങൾ ക്ലാസ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അവിടെ കാണാം. ഇല്ലെങ്കിൽ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.